എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ശ്രീരേഷ്മ. റാങ്കപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഭാഗം പഠന വൈകല്യങ്ങളാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൂടാതെ തന്നെ നിങ്ങൾ എല്ലാവരും അത് നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ ഇന്ന് പോകുന്ന ഭാഗം എന്ന് പറയുന്നത് സൈക്കോളജിയിലെ തന്നെ LP-UP സിലബസിലെ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഭാഗമാണ് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും. നമ്മുടെ സൈക്കോളജിയുടെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും എന്നും പറഞ്ഞ് ഒരു ടോപ്പിക് ഉണ്ട്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അത് ഏതൊക്കെ രീതിയിലാണ് പ്രാധാന്യമായിട്ട് വരുന്നത്, എങ്ങനെയൊക്കെയാണ് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത്, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇതിനെ പഠിച്ച് സിമ്പിൾ ആയിട്ട് എടുക്കാം എന്നുള്ളതും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാം. ഓക്കെ, മനഃശാസ്ത്ര നിർവചനങ്ങളിലേക്ക് നമുക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ആദ്യം സൈക്കോളജി എന്ന് പറയുന്ന പദം ഏതെല്ലാം വാക്കുകളിൽ നിന്നാണ് അല്ലെങ്കിൽ ഏതെല്ലാം പദങ്ങൾ ചേർന്നാണ് മനഃശാസ്ത്രം എന്ന് പറയുന്ന പദം ഉണ്ടായതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഏതൊക്കെ വേർഡുകൾ ചേർന്നാണ് സൈക്കോളജി എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്? രണ്ട് പദങ്ങൾ ചേർന്നാണ്. ദാറ്റ് ഈസ് സൈക്കെ ആൻഡ് ലോഗോസ്. സൈക്കെ ആൻഡ് ലോഗോസ് എന്ന് പറയുന്ന രണ്ട് ഗ്രീക്ക് വേർഡുകൾ ചേർന്നാണ് സൈക്കോളജി എന്ന് പറയുന്ന പദം ഉണ്ടായിരിക്കുന്നത്. ഏതൊക്കെ വേർഡുകളാണ്? സൈക്കെ ആൻഡ് ലോഗോസ് എന്ന് പറയുന്ന രണ്ട് ഗ്രീക്ക് വേർഡുകൾ ചേർന്നാണ് സൈക്കോളജി എന്ന പദം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ സൈക്കെ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സൈക്കെ എന്നാൽ സോൾ, ആത്മാവ് എന്നാണ് സൈക്കെ എന്ന വാക്കിന്റെ അർത്ഥം. ആത്മാവ്, സോൾ എന്നും, ലോഗോസ് എന്നാൽ ശാസ്ത്രം, സയൻസും എന്നാണ് അർത്ഥം. ഓക്കെ ആവുന്നുണ്ടോ? ഒന്നുകൂടെ പറയാം. നമ്മുടെ മനഃശാസ്ത്രം എന്ന് പറയുന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത് സൈക്കെ ആൻഡ് ലോഗോസ് എന്ന് പറയുന്ന രണ്ട് ഗ്രീക്ക് വേർഡുകളിൽ നിന്നാണ്. സൈക്കെ എന്ന വാക്കിന്റെ അർത്ഥം ആത്മാവെന്നും ലോഗോസ് എന്നാൽ ശാസ്ത്രം എന്നുമാണ് അർത്ഥം. സോ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ആത്മാവിനെ പറ്റിയുള്ള ശാസ്ത്രമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ആത്മാവിനെ പറ്റിയുള്ള ശാസ്ത്രമാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡെഫിനിഷനിലേക്ക് നമുക്ക് പോകാം. മനഃശാസ്ത്രവും നിർവചനങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും സൈക്കോളജിയിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷനാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത് ആത്മാവിനെ പറ്റിയുള്ള ശാസ്ത്രമാണ്. എന്താണ്ടാ പറഞ്ഞത്? സൈക്കോളജി എന്ന് പറയുന്നത് ആത്മാവിനെ പറ്റിയുള്ള ശാസ്ത്രമാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ ആൻഡ് പ്ലേറ്റോ. ക്ലിയർ ആവുന്നുണ്ടോ? മനഃശാസ്ത്രം എന്നത് ആത്മാവിനെ പറ്റിയുള്ള ശാസ്ത്രം. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ എന്താവും? ആത്മാക്കളാവും. ആത്മാക്കളിന് നമ്മൾ എന്തിട്ട് കൊടുക്കോടാ? വായ്ക്കേരി ഇട്ട് കൊടുക്കും. ആത്മാവിന് നമ്മൾ എന്തിട്ട് കൊടുക്കും? വായ്ക്കേരി ഇട്ട് കൊടുക്കും. അരി ഫോർ അരിസ്റ്റോട്ടിൽ. ഈ വായ്ക്കേരി എന്തിലിട്ട് കൊടുക്കും? പ്ലേറ്റിൽ ഇട്ട് കൊടുക്കും. പ്ലേറ്റ് ഫോർ പ്ലേറ്റോ. ഓക്കെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആത്മാക്കളാകുന്നു. ഈ ആത്മാവിന് നമ്മൾ വായ്ക്കേരി ഇട്ട് കൊടുക്കുന്നു. വായ്ക്കേരി ഇട്ട് കൊടുക്കുന്നത് പ്ലേറ്റിലാണ്. സോ ആത്മാവിനെ പറ്റിയുള്ള ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് അരിസ്റ്റോട്ടിൽ ആൻഡ് പ്ലേറ്റോ. സെക്കൻഡ് ഡെഫിനിഷൻ, മനഃശാസ്ത്രം എന്ന് പറയുന്നത് മനസ്സിനെ പറ്റിയുള്ള ശാസ്ത്രമാണ്. മനഃശാസ്ത്രം എന്ന് പറയുന്നത് മനസ്സിനെ പറ്റിയുള്ള ശാസ്ത്രമാണെന്ന് പറഞ്ഞത് ഇമ്മാനുവൽ കാണ്ട് ആണ് മനഃശാസ്ത്രം എന്നത് മനസ്സിനെ പറ്റിയുള്ള ശാസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. തേർഡ് ഡെഫിനിഷൻ, മൂന്നാമത്തെ ഡെഫിനിഷൻ, മനഃശാസ്ത്രം എന്നത് വ്യവഹാരങ്ങളെ പറ്റിയുള്ള ശാസ്ത്രം. വ്യവഹാരത്തെ പറ്റിയുള്ള ശാസ്ത്രമാണെന്ന് പറഞ്ഞ വ്യക്തി JB വാട്സൺ ആണ്. JB വാട്സൺ എഴുതിയ ഫേമസ് ബുക്കിന്റെ പേരെന്താണ്ടാ? JB വാട്സൺ എഴുതിയ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കിന്റെ പേരാണ് ദ ബാറ്റിൽ ഓഫ് ബിഹേവിയറിസം. ഏതാണ് ബുക്കിന്റെ പേര്? ദ ബാറ്റിൽ ഓഫ് ബിഹേവിയറിസം എന്ന് പറയുന്ന ബുക്കിന്റെ കർത്താവാര്? ദാറ്റ് ഈസ് JB വാട്സൺ. ഓക്കെ ആവുന്നുണ്ടോ? ഒന്നുകൂടെ പറയാം. മനഃശാസ്ത്രം എന്ന് പറയുന്നത് വ്യവഹാരത്തെ പറ്റിയുള്ള ശാസ്ത്രമാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് JB വാട്സൺ. അദ്ദേഹം എഴുതിയ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കിന്റെ പേരാണ് ദ ബാറ്റിൽ ഓഫ് ബിഹേവിയറിസം. ഓക്കേടാ, അടുത്ത ഡെഫിനിഷൻ എന്ന് പറയുന്നത് മനുഷ്യബന്ധങ്ങളെ പറ്റിയുള്ള പഠനമാണ് മനഃശാസ്ത്രം. മനുഷ്യബന്ധങ്ങളെ പറ്റിയുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രോയാണ്. മനുഷ്യബന്ധങ്ങളുടെയും മാനവ വ്യവഹാരങ്ങളുടെയും മനുഷ്യബന്ധങ്ങളെ പറ്റിയുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് ക്രോ. മനഃശാസ്ത്രത്തിന് അതിന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടു, ബോധം നഷ്ടപ്പെട്ടു, മനസ്സിനെ നഷ്ടപ്പെട്ടു. അവശേഷിക്കുന്നത് ഏതാനും ചില വ്യവഹാരങ്ങൾ മാത്രം എന്ന ഡെഫിനിഷൻ കൊടുത്ത വ്യക്തിയാണ്
വുഡ്സ്വർത്ത്. RS വുഡ്സ്വർത്ത് ആണ് മനഃശാസ്ത്രത്തിന് അതിന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടു, ബോധം നഷ്ടപ്പെട്ടു, മനസ്സ് നഷ്ടപ്പെട്ടു, അവശേഷിക്കുന്നത് ഏതാനും ചില വ്യവഹാരങ്ങൾ മാത്രമെന്ന് പറഞ്ഞ വ്യക്തിയാണ് RS വുഡ്സ്വർത്ത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കേടാ. അടുത്ത ഡെഫിനിഷൻ എന്ന് പറയുന്നത് മനഃശാസ്ത്രം എന്ന് പറയുന്നത് അനുഭവങ്ങളെ പറ്റിയുള്ള ശാസ്ത്രമാണ്. മനഃശാസ്ത്രം എന്ന് പറയുന്നത് അനുഭവങ്ങളെ പറ്റിയുള്ള ശാസ്ത്രമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു തീയില് നമ്മൾ കത്തിക്കൊണ്ടിരിക്കുന്ന തീയില് കൈകൊണ്ട് വയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് സംഭവിക്കും? പൊള്ളൽ ഉണ്ടാകും. ഈ പൊള്ളൽ ഉണ്ടാകുന്നത് നമ്മുടെ ഏത് ഭാഗത്താണ്? സ്കിന്നിലാണ് പൊള്ളല് ഉണ്ടാകുന്നത്. സോ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഭാഗമാണ് സ്കിന്ന്. അതായത് അനുഭവങ്ങളെ പറ്റിയുള്ള ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് സ്കിന്നർ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ക്ലിയർ ആവുന്നുണ്ടല്ലോ? നെക്സ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് മനഃശാസ്ത്രം എന്ന് പറയുന്നത് ബാഹ്യ ലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ്. മനഃശാസ്ത്രം എന്നത് ബാഹ്യലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി കർട്ട് കൊഫ്ക. കർട്ട് കൊഫ്കയാണ് ഈ ഒരു ഡെഫിനിഷനും കൊടുത്തിരിക്കുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് ഇതൊക്കെയാണ്. ഇത് നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. മനഃശാസ്ത്രത്തെ പറ്റി ഒരു 6 or 7 ഡെഫിനിഷൻസ് ഞാൻ നൽകിയിട്ടുണ്ട്. അതെല്ലാം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഡെഫിനിഷനുകളാണ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് മനഃശാസ്ത്ര ഗവേഷണ രീതികളാണ്. മനഃശാസ്ത്ര ഗവേഷണ രീതികൾ, മനഃശാസ്ത്ര ഗവേഷണ രീതികൾ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. എടാ, പ്രധാനമായിട്ട് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് 15 ഭാഗങ്ങളാണ് കേട്ടോ. 15 മേഖലകൾ നമ്മൾ ഇതിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ മേഖലകളും നല്ല രീതിയിൽ നമുക്ക് ഓരോന്നായിട്ട് എടുത്തെടുത്തെടുത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോവാം. ഒരു സംശയം വേണ്ട, പേടിയും വേണ്ട, തീരുമോ എന്നുള്ളതിൽ നമുക്ക് എല്ലാം തീർത്ത് തന്നെ പോകാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ മെത്തേഡിന്റെ പേരെന്ന് പറയുന്നത് ആത്മനിഷ്ഠ രീതിയാണ്. ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്നാണ് നമ്മൾ ഇതിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. എടാ, ഈ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് 2 വാക്കുകൾ ചേർന്നാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ടായിരിക്കുന്നത്. ഇൻട്രോ ആൻഡ് സ്പെക്യൂർ എന്ന് പറയുന്ന 2 പദങ്ങളിൽ നിന്നാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. ഇൻട്രോ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഉള്ളിലേക്ക്, ഉള്ളിലേക്ക്, ഉള്ളിലേക്ക് എന്നാണ് ഇൻട്രോ എന്ന വാക്കിന്റെ അർത്ഥം. എന്നാൽ സ്പെക്യൂർ എന്ന് പറഞ്ഞാൽ നോക്കുക എന്നുമാണ്. സ്പെക്യൂർ എന്നാൽ നോക്കുക എന്നുമാണ് അർത്ഥം. അതായത് ഇൻട്രോസ്പെക്ഷൻ എന്ന വാക്കിന്റെ അർത്ഥം ഉള്ളിലേക്ക് നോക്കുക എന്നാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്ന് പറയുന്നത്. എടാ, ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ആത്മനിഷ്ഠ രീതി എന്ന് പറയുന്നത് ഇൻട്രോ ആൻഡ് സ്പെക്യൂർ എന്ന് പറയുന്ന 2 വേർഡുകൾ ചേർന്നാണ് ആത്മനിഷ്ഠ രീതി ഉണ്ടായിരിക്കുന്നത്. ഇൻട്രോ എന്ന വാക്കിന്റെ അർത്ഥം ഉള്ളിലേക്കെന്നും സ്പെക്യൂർ എന്ന് പറഞ്ഞാൽ നോക്കുക എന്നുമാണ്. ദാറ്റ് മീൻസ് ഒരാൾ സ്വന്തമായിട്ട് തന്നെ അയാളുടെ ഉള്ളിലേക്ക് അയാളുടെ മാനസിക പ്രതിഭാസങ്ങളെ നോക്കി കാണുന്നതിനെ വിളിക്കുന്ന പേരാണ് ആത്മനിഷ്ഠ രീതി എന്ന് പറയുന്നത്. അയാളുടെ മാനസിക പ്രതിഭാസങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആകാംക്ഷ, ഉത്കണ്ഠ, ആഗ്രഹങ്ങൾ, വികാരങ്ങൾ, വേദനകൾ, ഇങ്ങനെ ഉണ്ടാകുന്ന എല്ലാവിധ മാനസിക പ്രതിഭാസങ്ങളെയും ഒരു വ്യക്തി സ്വന്തമായിട്ട് അയാളുടെ ഉള്ളിലേക്ക് നോക്കി കാണുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ ആത്മനിഷ്ഠ രീതി എന്ന് പറയുന്നത്. ദെൻ ഈ രീതിയുടെ വക്താക്കൾ ആര്? 2 പ്രധാനപ്പെട്ട വക്താക്കളാണ് നമ്മുടെ ആത്മനിഷ്ഠ രീതിക്കുള്ളത്. ഒന്നാമത്തെ വ്യക്തിയുടെ പേര് വില്യം വൂണ്ട്. ആരാണ് ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത്? വില്യം വൂണ്ടും. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് എഡ്വേർഡ് ടിച്ച്നറും ആണ്. മനസ്സിലാവുന്നുണ്ടോടാ? എഡ്വേർഡ് ടിച്ച്നറും വില്യം വൂണ്ട് എന്ന് പറയുന്ന 2 വ്യക്തികൾ ചേർന്നുകൊണ്ടാണ് ആത്മനിഷ്ഠ രീതി കൊണ്ടുവന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഒന്നുകൂടെ പറയാം. ഒരാൾ സ്വന്തമായിട്ട് അയാളുടെ ഉള്ളിലേക്ക് നോക്കിക്കാണുക എന്നതാണ് ഇൻട്രോസ്പെക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാൾ സ്വന്തമായിട്ട് അയാളുടെ മാനസിക പ്രതിഭാസങ്ങളെ നോക്കിക്കാണുന്നു. അയാളുടെ വികാരങ്ങള്, വിചാരങ്ങള്, ആകാംക്ഷകള്, ഉത്കണ്ഠകള്, വേദനകൾ മുതലായ മാനസിക പ്രതിഭാസങ്ങളെ ഒരു വ്യക്തി സ്വന്തമായിട്ട് അയാളുടെ ഉള്ളിലേക്ക് നോക്കിക്കാണുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെയുള്ള മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് കുട്ടികളിലും അതുകൂടാതെ തന്നെ അസ്വാഭാവികമായ മാനസിക അവസ്ഥ ഉള്ളവരിലും നമുക്കൊരിക്കലും തന്നെ പ്രയോഗിക്കാൻ സാധിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? കുട്ടികളിലും അസ്വാഭാവികമായിട്ടുള്ള മാനസികാവസ്ഥ ഉള്ളവരിലും നമുക്ക് ഒരിക്കലും തന്നെ പ്രയോഗിക്കാൻ കഴിയാത്ത ഒരു രീതിയാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോകാം.
നിരീക്ഷണ രീതി. നിരീക്ഷണ രീതി രണ്ടാമത്തെ മെത്തേഡിന്റെ പേരാണ് നിരീക്ഷണ രീതി എന്ന് പറയും. അവിടെ നിരീക്ഷണ രീതി ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. എന്താണ് നിരീക്ഷണം എന്ന് പറയുന്നത്? പണ്ടുകാലം തൊട്ടേ ഒരു വ്യക്തിയുടെ സ്വഭാവം പഠിക്കാനായിട്ട് നിലനിൽക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന മെത്തേഡ്. ദിസ് ഈസ് നോൺ ആസ് ദ ഓൾഡസ്റ്റ് മെത്തേഡ് ഫോർ ഒബ്സർവിങ് എ ക്യാരക്ടർ ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി പണ്ട് കാലം തൊട്ടേ നിലനിൽക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് നിരീക്ഷണ രീതി എന്ന് പറയുന്നത്. എന്നാൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, നിരീക്ഷണം എന്ന് പറയുന്നത് ലൈവാണ്, തത്സമയമാണ്. നിരീക്ഷണം നടക്കുന്നത് എങ്ങനെയാണ്? ലൈവായിട്ട് അല്ലെങ്കിൽ തത്സമയം നടക്കുന്ന ഒരു പ്രവർത്തനമാണ് നിരീക്ഷണം എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിരീക്ഷണത്തിൽ പ്രധാനമായിട്ട് പറയുന്നത്. നിരീക്ഷണം തത്സമയമായിട്ട് നടക്കുന്നു. സ്വഭാവ പഠനത്തിന് പണ്ട് കാലം തൊട്ടേ നിലനിൽക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന രീതിയാണ് നിരീക്ഷണം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നിരീക്ഷണം പ്രധാനമായിട്ടും രണ്ട് വിധം. ഏതൊക്കെയാണ് ആ നിരീക്ഷണം? പരോക്ഷ നിരീക്ഷണവും ഭാഗിത്വ നിരീക്ഷണവും. എത്ര വിധത്തിൽ നിരീക്ഷണത്തെ ക്ലാസിഫൈ ചെയ്യാം? രണ്ട് വിധത്തിൽ നമുക്ക് നിരീക്ഷണത്തെ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ നിരീക്ഷണം എന്ന് പറയുന്നത് പരോക്ഷ നിരീക്ഷണം, രണ്ടാമത്തെ നിരീക്ഷണം എന്ന് പറയുന്നത് ഭാഗിത്വ നിരീക്ഷണം. എന്താണ് ഈ പരോക്ഷ നിരീക്ഷണവും ഭാഗിത്വ നിരീക്ഷണം എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആ വേർഡിൽ തന്നെ ഉണ്ട് അതിന്റെ മീനിങ്. നമ്മൾ തല പുകച്ച് പുണ്ണാക്കി ഒന്നും പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. അതിൽ തന്നെ ഉണ്ട് അതിന്റെ മീനിങ് എന്താണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. പരോക്ഷ നിരീക്ഷണം എന്ന് പറയുന്നത് നിരീക്ഷണ വിധേയമാകുന്ന വ്യക്തി അറിയാതെ നിരീക്ഷകൻ അയാളുടെ സ്വഭാവത്തെ വിലയിരുത്തുകയോ നിരീക്ഷിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് പരോക്ഷ നിരീക്ഷണം. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. നിരീക്ഷണ വിധേയമാകുന്ന വ്യക്തി അറിയാതെ നിരീക്ഷകൻ അയാളുടെ സ്വഭാവത്തെ വിലയിരുത്തിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് പരോക്ഷ നിരീക്ഷണം. എന്നാൽ ഭാഗിത്വ നിരീക്ഷണം എന്ന് പറയുന്നത് നിരീക്ഷണ വിധേയമാകുന്ന വ്യക്തിയോടൊപ്പം നിന്നുകൊണ്ട് നിരീക്ഷകൻ അയാളുടെ സ്വഭാവത്തെ വിലയിരുത്തിയാൽ വിളിക്കുന്ന പേരാണ് ഭാഗിത്വ നിരീക്ഷണം. ക്ലിയർ ആയോ? രണ്ട് നിരീക്ഷണങ്ങൾ എന്താണെന്ന് ഓക്കെ ആയല്ലോ? ഓക്കെ, അപ്പം പ്രധാനമായിട്ട് നമ്മൾ രണ്ട് മെത്തേഡുകളാണ് നോക്കിയത്. ഒന്നാമത്തെ മെത്തേഡ് ആത്മനിഷ്ഠ രീതി, സെക്കൻഡ് മെത്തേഡ് നിരീക്ഷണ രീതി. രണ്ടെണ്ണം എല്ലാവർക്കും സെറ്റ് ആയെന്ന് തന്നെ വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ അതിനെ തറവ് ചെയ്ത് പോവുക. ഒരു കൺഫ്യൂഷനും വെക്കരുത്. ക്ലിയർ ചെയ്ത് പോവുക. മൂന്നാമത്തെ മെത്തേഡിലോട്ട് നമുക്ക് പോകാം. പരീക്ഷണ രീതി. എന്താണ് മൂന്നാമത്തെ മെത്തേഡിന്റെ പേര്? പരീക്ഷണ രീതി. ഇതിനെ ഇംഗ്ലീഷിൽ നമുക്ക് എക്സ്പീരിമെന്റൽ മെത്തേഡ് എന്ന് വിളിക്കാം. എന്താ വിളിക്കാം? എക്സ്പീരിമെന്റൽ മെത്തേഡ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. പരീക്ഷണ രീതി വേറെ ഒന്നുമില്ല. ഫാദർ ഓഫ് എക്സ്പീരിമെന്റൽ സൈക്കോളജി എന്ന് പറയുന്ന ആരെയാണ്? അതായത് പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി വില്യം വൂണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? വില്യം വൂണ്ടാണ് പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ്. ഇദ്ദേഹം ജർമ്മനിയിലെ ലിപ്സിക് എന്ന് പറയുന്ന സ്ഥലത്ത് 1879 ഒരു മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചു. ക്ലിയർ ആവുന്നുണ്ടോ? ഒന്നുകൂടെ പറയാം. പരീക്ഷണ രീതിയിൽ ആദ്യമായിട്ട് എടുത്തു പറയുന്നത് നമ്മുടെ വില്യം വൂണ്ടിനെയാണ്. വില്യം വൂണ്ട് ജർമ്മനിയിലെ ലിപ്സിക്കില് 1879 ഒരു മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചു. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് എക്സ്പീരിമെന്റൽ സൈക്കോളജി, പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവായിട്ടാണ് ഇദ്ദേഹത്തിനെ കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഒരു പരീക്ഷകന് എന്തൊക്കെ ചെയ്യാൻ പറ്റുവോടാ? ഒരു പരീക്ഷകന് പരീക്ഷണ പ്രവർത്തനത്തിൽ തന്റേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പരീക്ഷകന് പരീക്ഷണ പ്രവർത്തനത്തിൽ തന്റേതായിട്ടുള്ള രീതിയിലുള്ള ഇഷ്ടങ്ങൾക്കനുസരിച്ച് പരീക്ഷണങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കുമെന്നതാണ് പരീക്ഷണ രീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ ആവുന്നുണ്ടോ? നമ്മൾ 3 മെത്തേഡുകളാണ് ഇതുവരെ കവർ ചെയ്തത്. ഒന്നാമത്തെ മെത്തേഡ് ആത്മനിഷ്ഠ രീതി, 2 നിരീക്ഷണ രീതി, 3 പരീക്ഷണ രീതി. നാലാമത്തെ മെത്തേഡിലോട്ട് നമുക്ക് പോകാം. നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അഭിമുഖം. എന്താണ് അതിന്റെ ഇംഗ്ലീഷ്? ഇന്റർവ്യൂ എന്നാണ് പറയുന്നത്. നാലാമത്തെ മെത്തേഡിന്റെ പേരാണ് അഭിമുഖം, ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറയും. എന്താണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്? 2 അതിലധികമോ വ്യക്തികൾ തമ്മിൽ നേരിട്ടോ മുഖാമുഖമായോ നടത്തുന്ന സംഭാഷണം. ക്ലിയർ ആവുന്നുണ്ടോ? 2 അതിലധികമോ വ്യക്തികൾ തമ്മിൽ
നേരിട്ടോ മുഖാമുഖമായോ നടത്തുന്ന സംഭാഷണത്തെ വിളിക്കുന്ന പേരാണ് ഇന്റർവ്യൂ, അഭിമുഖം എന്ന് പറയുന്നത്. എത്ര ടൈപ്പില്, എത്ര രീതിയിൽ നമുക്ക് ഇന്റർവ്യൂവിനെ ക്ലാസിഫൈ ചെയ്യാം? എത്ര വിധത്തിലാണ് ഇന്റർവ്യൂ ഉള്ളത്? പ്രധാനമായിട്ടും 2 വിധത്തിലാണ് ഇന്റർവ്യൂകൾ ഉള്ളത്. എത്ര വിധത്തിൽ ഇന്റർവ്യൂ ഉണ്ട്? 2 വിധത്തില്. ഏതൊക്കെയാണ് 2 വിധത്തിലുള്ളത്? സുഘടിതവും സുഘടിതമല്ലാത്തതും. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? സുഘടിതവും സുഘടിതമല്ലാത്തതും എന്നിങ്ങനെ 2 രീതിയിൽ നമുക്ക് ഇന്റർവ്യൂവിനെ എന്ത് ചെയ്യാടാ? ക്ലാസിഫൈ ചെയ്യാമെന്നാണ് പറയുന്നത്. സുഘടിതം എന്ന് പറയുന്നത് സ്ട്രക്ചേർഡും മറ്റേത് അൺസ്ട്രക്ചേർഡും ആണ്. അതായത് നേരത്തെ കൂട്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ വിളിക്കുന്നതാണ് സുഘടിതം. ബട്ട് ഇതെന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യാതെ അല്ലാണ്ടുള്ള ഒരു നോർമൽ ടൈപ്പിനെ വിളിക്കുന്നതാണ് സുഘടിതം അല്ലാത്തത് എന്ന് പറയുന്നത്. ഒരു ഇന്റർവ്യൂവിന്റെ വിജയം എന്ന് പറയുന്നത് ആ ഇന്റർവ്യൂ നടത്തുന്ന ആളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഇന്റർവ്യൂവിന്റെ വിജയം എന്ന് പറയുന്നത് ആ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന ആളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇന്റർവ്യൂവിന് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പരിമിതികളും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇന്റർവ്യൂവിന് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പരിമിതികളും ഉണ്ട്. ഒന്നാമത്തെ പരിമിതിയായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ചോദ്യകർത്താവിന്റെ താല്പര്യം. അവിടെ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്ന ആളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചാണ് ഈ ഇന്റർവ്യൂ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്ന ആളുകൾ ഫിലിമിന്റെ പ്രൊമോഷനുമായിട്ട് നടത്തുന്ന ഒരു ഇന്റർവ്യൂ ആണ്. പക്ഷെ അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വന്നിരിക്കുന്ന ആൾ ഒരുപക്ഷെ വല്ല ഡിവോഴ്സ് ആയ ആളോ അല്ലെങ്കിൽ വല്ല പീഡന കേസിലെ പ്രതിയോ അങ്ങനെ എന്തെങ്കിലും ആയ ഒരു ഏരിയയാണ് അവർക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അവന്റെ കാര്യം തീർന്ന്. കാരണം അവരെ എന്ത് വിഷയത്തിനാണോ കൊണ്ടിരുത്തിയിരിക്കുന്നത് അതിൽ നിന്ന് മാറിക്കൊണ്ട് അവരുടെ പേഴ്സണൽ മാറ്ററിലേക്ക് ഇവർ എന്ത് ചെയ്യും? പോകും, ഇന്റർവ്യൂവിൽ പോകും. അത് ആരുടെ ഇഷ്ടം അനുസരിച്ചാണ് പോകുന്നത്? ഇന്റർവ്യൂ നടത്തുന്ന ആളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അവര് മൂവ് ചെയ്യുന്നത്. സോ ചോദ്യകർത്താവിന്റെ താല്പര്യം, വിഷയവ്യതിചലനം, അത് കൂടാതെ തന്നെ സമയനഷ്ടം. ഈ കാരണങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ അഭിമുഖത്തിന്റെ പരിമിതികളായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മളപ്പോഴും ഇതുവരെ നോക്കിക്കൊണ്ടിരുന്ന പ്രധാനമായിട്ട് 4 മനഃശാസ്ത്ര ഗവേഷണ രീതികളെ പറ്റിയാണ് നോക്കിയത്. ഇനി നമുക്ക് 5ാമത്തെ മെത്തേഡിലോട്ട് പോവാം. 5ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സർവേ രീതിയാണ്. 5ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. സർവേ രീതി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു നിർദ്ദിഷ്ട വിഷയവുമായി ബന്ധപ്പെടുത്തി ഒരു ഗ്രൂപ്പ് നടത്തുന്ന പഠനത്തെ വിളിക്കുന്ന പേരാണ് സർവേ രീതി. ശ്രദ്ധിക്കുക, ഒരു നിർദ്ദിഷ്ട വിഷയവുമായി ബന്ധപ്പെടുത്തി ഒരു ഗ്രൂപ്പ് നടത്തുന്ന പഠനത്തെ വിളിക്കുന്ന പേരാണ് സർവേ രീതി എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പൊ ആശാ വർക്കേഴ്സ് ഒക്കെ നമ്മുടെ വീടിന്റെ പരിസരത്ത് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഡിസീസോ മറ്റോ ഒക്കെ സ്പ്രെഡ് ആവുന്ന ടൈമിൽ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വീടും പരിസരത്തൊക്കെ വന്നിട്ട് കുറെ മാർക്ക് ചെയ്യുകയും പല പല കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുകയും വീട്ടിലെ പരിസരത്തൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ റിവ്യൂ ചെയ്യും. റിവ്യൂ ചെയ്യുന്ന എന്തിനാണ്? ഫൈനലി ഇതെല്ലാം കൂടെ കളക്ട് ചെയ്ത് ഒരു റിപ്പോർട്ടിലേക്ക് എത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സർവേകൾ അവര് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണെടാ, ഒരു നിർദ്ദിഷ്ട വിഷയവുമായി ബന്ധപ്പെടുത്തി ഒരു ഗ്രൂപ്പ് നടത്തുന്ന പഠനത്തെ വിളിക്കുന്ന പേരാണ് സർവേ രീതി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് വളരെ പ്രധാനമാണ്. ഈ ടോപ്പിക്കില് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെ എന്നുള്ളതിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇനി തുടങ്ങാൻ പോകുന്നത്. ഈ മേഖലകളിൽ നിന്ന് ഇനി ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് സ്റ്റെപ്പുകൾ, ഓരോ ഘട്ടങ്ങൾക്കും കൊടുക്കുന്ന സ്റ്റെപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇനി ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നമ്മുടെ സർവേ രീതിയിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പുകൾ തുടങ്ങാം. സർവേ രീതിയിൽ നിന്ന് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങാം. സർവേ രീതിയുടെ 1ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്ടാ? സർവേ മെത്തേഡിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആസൂത്രണം. എന്താണ്? ആസൂത്രണം. സെക്കൻഡ് എന്ന് പറയുന്നത് സാമ്പിൾ തിരഞ്ഞെടുക്കൽ. 3ാമത്തത് വിവരശേഖരണം. 4 വിവര വിശകലനം. 5 നിഗമനത്തിൽ എത്തിച്ചേരൽ. ഇങ്ങനെ പ്രധാനമായിട്ടും എത്ര സ്റ്റെപ്പുകളാണ് നമ്മുടെ എന്തിനുള്ളത്? സർവേക്കുള്ളത്. സർവേക്ക് പ്രധാനമായിട്ടും 5 സ്റ്റെപ്പുകളാണുള്ളത്. 1ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആസൂത്രണം, 2 സാമ്പിൾ തിരഞ്ഞെടുക്കുക, 3 വിവരശേഖരണം, 4 വിവര വിശകലനം, 5 നിഗമനത്തിൽ എത്തിച്ചേരൽ. നമുക്ക് 6ാമത്തെ മെത്തേഡിലോട്ട് പോകാം. 6ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ മെത്തേഡ് ആണ്. ക്ലിനിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്
പ്രധാനമായിട്ടും ക്ലിനിക്കിൽ പോകുന്ന എന്തിനാണ്? രോഗനിർണയത്തിനും മറ്റുമൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് മനോരോഗ ബാധിതരായവരുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ക്ലിനിക്കൽ മെത്തേഡ്. എന്താണ്ടാ? ഒന്നുകൂടെ പറയാം. മനോരോഗ ബാധിതരായവരുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ക്ലിനിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മനോരോഗ ബാധിതരായവരുടെ കയ്യിൽ എപ്പോഴും നോക്കിയാൽ ഒരു ടോർച്ച് കാണും. അവർ ഈ ടോർച്ച് എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ പറയുന്നതാണ്, ടോർച്ച് എപ്പോഴും ലൈറ്റ് എപ്പോഴും അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുവാടാ? ലൈറ്റും അടിച്ചുകൊണ്ട് നടക്കും. അപ്പൊ ആരാണ് ഈ ക്ലിനിക്കൽ മെത്തേഡിന്റെ പിതാവ് എന്ന് പറയുന്ന വ്യക്തിയാണ് ലൈറ്റ്നർ വിമർ. ആരാണ്? ലൈറ്റ്നർ വിമർ ആണ് ക്ലിനിക്കൽ മെത്തേഡിന്റെ പിതാവ് എന്ന് വിളിക്കുന്ന വ്യക്തി. ലൈറ്റ്നർ വിമർ ആണ് ക്ലിനിക്കൽ മെത്തേഡിന്റെ പിതാവ് എന്ന് പറയുന്നത്. ലൈറ്റ്നർ വിമർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ ആവുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ 6ാമത്തെ മെത്തേഡാണ് നോക്കിയത്, ക്ലിനിക്കൽ മെത്തേഡാണ് നോക്കിയത്. ക്ലിനിക് എന്ന് പറയുന്നത് മനോരോഗ ബാധിതരായവരുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ക്ലിനിക്കൽ മെത്തേഡ്. ഈ ക്ലിനിക്കൽ മെത്തേഡിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇതിന്റെ ഫാദർ അല്ലെങ്കിൽ ഈ മെത്തേഡ് കൊണ്ടുവന്ന വ്യക്തി എന്ന് പറയുന്നത് ലൈറ്റ്നർ വിമർ ആണ് ക്ലിനിക്കൽ മെത്തേഡിന്റെ സൃഷ്ടാവ് എന്ന് പറയുന്നത്. വിമറിനെ കൂടാതെ മറ്റൊരു പ്രധാന വ്യക്തിയും കൂടെ ഇതിന്റെ വക്താവായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഈ പറയുന്ന വിമറിനെ കൂടാതെ ക്ലിനിക്കൽ മെത്തേഡിന്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്ന വ്യക്തിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ആരാണ് സിഗ്മണ്ട് ഫ്രോയിഡ്? ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്ന് വിളിക്കുന്ന വ്യക്തിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിലുള്ള മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും 6 മെത്തേഡുകളാണ് കവർ ചെയ്തത്. ഈ 6 മെത്തേഡ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് 7ാമത്തെ മെത്തേഡിലോട്ട് പോകാം. 7ാമത്തെ മെത്തേഡ് വളരെ വളരെ പ്രധാനപ്പെട്ട മെത്തേഡാണ്. ഇനി നമ്മൾ പോകുന്നത് മനഃശാസ്ത്ര ഗവേഷണ രീതിയിലെ 7ാമത്തെ മെത്തേഡായിട്ടുള്ള സാമൂഹിക ബന്ധ പരിശോധനകൾ എന്ന് പറയുന്ന ഒരു മെത്തേഡിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ എന്താണ് സാമൂഹ്യ ബന്ധ പരിശോധന എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഒരു കൂട്ടം വ്യക്തികളുടെ ബന്ധത്തെ പറ്റിയുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് സാമൂഹിക ബന്ധ പരിശോധന എന്ന് പറയുന്നത്. എന്താണ്ടാ? ഒരു കൂട്ടം വ്യക്തികളുടെ ബന്ധത്തെ പറ്റിയുള്ള പഠനമാണ് സാമൂഹിക ബന്ധ പരിശോധന. ഈ ഒരു കൂട്ടം വ്യക്തികളുടെ ബന്ധത്തെ പറ്റിയുള്ള പഠനത്തെ ഒരു ഗ്രാഫിക്കൽ രൂപീകരണത്തിൽ ചിത്രീകരിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് സോഷ്യോഗ്രാം. ഒരു കൂട്ടം വ്യക്തികളുടെ ബന്ധത്തെ പറ്റിയുള്ള പഠനമാണ് സാമൂഹിക ബന്ധ പരിശോധന എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ എന്താണ് സോഷ്യോഗ്രാം എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ഒരു കൂട്ടം വ്യക്തികളുടെ ബന്ധത്തെ നമ്മൾ ഒരു ഗ്രാഫിക്കൽ രൂപത്തിൽ ചിത്രീകരിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് സോഷ്യോഗ്രാം. ഈ രീതിയുടെ വക്താവ് എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി JL മൊറീനോയാണ്. JL മൊറീനോയാണ് ഈ പറയുന്ന സോഷ്യോഗ്രാം മെത്തേഡിന്റെ വക്താവ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഏതൊക്കെയാണ് വിവിധ തരം സോഷ്യോഗ്രാമുകൾ എന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഈ ചിത്രം ഒന്ന് നല്ല രീതിയിൽ നോക്കുക. നിങ്ങളുടെ മനസ്സിൽ ഈ ചിത്രം എന്താണ് ഏതാണെന്നൊക്കെ ഒരു ധാരണ കിട്ടുന്നുണ്ടായിരിക്കാം. ഒന്ന് ഓർത്തെടുക്കാൻ നിങ്ങൾ മാക്സിമം ഒന്ന് ശ്രമിച്ചു നോക്കുക. നമുക്ക് 1ാമത്തെ ചിത്രം നോക്കാം. ഇവിടെ 1ാമത്തെ ചിത്രത്തില് തന്നിരിക്കുന്ന നമ്പേഴ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. 3 ഉണ്ട്, 8 ഉണ്ട്, 5 ഉണ്ട്, 10 ഉണ്ട്. ഈ തന്നിരിക്കുന്ന നമ്പറുകളിൽ കോമൺ ആയിട്ട് എല്ലാവരും വന്ന് ചൂസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ടച്ച് ചെയ്തിരിക്കുന്ന നമ്പർ ഏതെന്ന് നോക്കുക. ഇവിടെ ഏത് നമ്പർ ആയിരിക്കും? 8 ആണ് എല്ലാവരും എന്ത് ചെയ്തിരിക്കുന്നത്? ചൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും സെലക്ട് ചെയ്ത നമ്പർ ഇവിടെ 8 ആണ്. സോ ഈ 8നെ നമ്മൾ വിളിക്കുന്ന പേര് താരം എന്നാണ്. എന്താണ് വിളിക്കുന്നത്? താരം, സ്റ്റാർ എന്ന് നമ്മൾ വിളിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ തന്നിരിക്കുന്ന 1ാമത്തെ ചിത്രത്തില് എല്ലാവരാലും സെലക്ട് ചെയ്ത നമ്പർ ഏതെന്ന് നോക്കുക. ഈ ചിത്രത്തിൽ എല്ലാവരാലും സെലക്ട് ചെയ്ത നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. ഈ 8നെ നമ്മൾ വിളിക്കുന്നത് സോഷ്യോഗ്രാമിലെ താരങ്ങൾ, സ്റ്റാറുകൾ എന്നാണ് നമ്മൾ ഈ 8നെ വിളിക്കുന്നത്. ഇനി നമുക്ക് ചിത്രം 2ലേക്ക് പോവാം. ചിത്രം 2ൽ പ്രധാനമായിട്ടും എത്ര നമ്പേഴ്സ് ആണ് ഉള്ളത്? ഇവിടെ 2 നമ്പറുകളാണ് ചിത്രം 2ൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ക്രമ നമ്പർ 1ഉം ക്രമ നമ്പർ 4ഉം. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും? ഇവിടെ ശ്രദ്ധിക്കുക. ക്രമ നമ്പർ 1 ക്രമ നമ്പർ 4നെയും ക്രമ നമ്പർ 4 ക്രമ നമ്പർ 1നെയും പരസ്പരം നിർദ്ദേശിച്ചിരിക്കുന്നു. ഇത്തരം കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ദ്വന്ദ്വങ്ങൾ. എന്താണ്ടാ വിളിക്കുന്നത്? ദ്വന്ദ്വങ്ങൾ എന്നാണ്. 2ാമത്തെ ചിത്രത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ്
ദ്വന്ദ്വങ്ങൾ. ഇവിടെ 2 നമ്പേഴ്സേ ഉണ്ടായിരിക്കത്തുള്ളൂ. ക്രമ നമ്പർ 1 ക്രമ നമ്പർ 4 4 1 പരസ്പരം നിർദ്ദേശിച്ചിരിക്കുന്നു. ഇത്തരം കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ദ്വന്ദ്വങ്ങൾ. അപ്പൊ രണ്ടാമത്തെ ചിത്രവും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ ചിത്രത്തിലോട്ട് പോവാം. മൂന്നാമത്തെ ചിത്രത്തിൽ ഇവിടെ ഒരേ ഒരു നമ്പറെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ആ നമ്പർ ഏതാണ്ട 9 ആണ്. മനസ്സിലാവുന്നുണ്ടോ? മൂന്നാമത്തെ ചിത്രത്തിൽ നമുക്ക് ഒരേ ഒരു നമ്പർ മാത്രമേ വിസിബിൾ ആകുന്നുള്ളൂ. ആ നമ്പർ എന്ന് പറയുന്നത് 9 ആണ്. അതായത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് മറ്റാരുമായും ഒരു ബന്ധവുമില്ലാതെ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന നമ്പർ ഇവിടെ 9 മാത്രമാണ്. സോ ഈ 9നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏകാകികൾ. ഏകാകികൾ, ഐസൊലേറ്റ്സ് എന്ന് വിളിക്കും. ആരുമായിട്ടും ഒരു ബന്ധമില്ലാതെ എല്ലാവരാലും മാറി നിൽക്കുന്ന നമ്പറുകൾ അല്ലെങ്കിൽ എല്ലാവരാലും മാറി നിൽക്കുന്ന കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ഐസൊലേറ്റ്സ് അല്ലെങ്കിൽ ഏകാകികൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ 3 ചിത്രങ്ങളാണ് നമ്മൾ നോക്കിയത്. ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് താരങ്ങളായിരുന്നു. രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ദ്വന്ദ്വങ്ങളായിരുന്നു. മൂന്നാമത് എന്ന് പറയുന്നത് ഏകാകികളായിരുന്നു. ഇനി നാലാമത്തെ ഒരേ ഒരു ചിത്രം കൂടെ ഉള്ളൂ. നാലാമത്തെ ചിത്രം എത്ര നമ്പേഴ്സുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്? പ്രധാനമായിട്ടും 3 നമ്പറുകളാണ് നാലാമത്തെ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. അപ്പോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ക്രമ നമ്പർ 2 ക്രമ നമ്പർ 7 ക്രമ നമ്പർ 7 ക്രമ നമ്പർ 6 മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ക്രമ നമ്പർ 2 ക്രമ നമ്പർ 6 ക്രമ നമ്പർ 6 ക്രമ നമ്പർ 7 ക്രമ നമ്പർ 7 ക്രമ നമ്പർ 2 പരസ്പരം നിർദ്ദേശിച്ചിരിക്കുന്നു. ഇത്തരം കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ക്ലിക്കുകൾ. എന്താണ്ടാ ഇതിന്റെ ഉത്തരം? ക്ലിക്കുകൾ. 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 ഇവിടെ ശ്രദ്ധിക്കുക. ക്രമ നമ്പർ 2 6 6 7 7 2 പരസ്പരം നിർദ്ദേശിച്ചിരിക്കുന്നു. ഇത്തരം കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ക്ലിക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ എത്ര പേരെ നമ്മൾ നോക്കി? 4 പേരെ നമ്മൾ നോക്കി. ഇനി ഒരാളും കൂടെ ഉണ്ട്. അവരുടെ പേരാണ് ഗ്യാങ്ങുകൾ. ആരാണ്ടാ? ഗ്യാങ്. ഗ്യാങ്ങുകൾ. ഗ്യാങ്ങുകൾ. ആരാണ് ഈ ഗ്യാങ് എന്ന് പറയുന്നത്? നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളിലൊക്കെ ഓരോരുത്തർക്കും ഓരോ ഗ്യാങ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഗ്യാങ്ങിന്റെ ഒക്കെ ഹെഡ് ആയിട്ട് വരുന്നവരായിരിക്കും നമ്മൾ ഓരോരുത്തരും. അപ്പൊ നമ്മുടെ ഗ്യാങ് എന്ന് പറയുന്ന ഒരുപാട് പേരുകൾ ചേർന്ന് വരുന്നതാണ് നമ്മുടെ ഗ്യാങ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഗ്യാങ് എന്ന് പറയുന്നത് ഒരു കൂട്ടം വ്യക്തികൾ ചങ്ങല പോലെ ഫോം ചെയ്ത് രൂപീകരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഗ്യാങ്ങുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? 5 പേരെ പറ്റിയാണ് സോഷ്യോഗ്രാമിൽ നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ കൂട്ടം താരങ്ങൾ, രണ്ടാമത്തെ വിഭാഗം ദ്വന്ദ്വങ്ങൾ. ഒന്നാമത്തെ സെക്ഷന്റെ പേര് താരം, 2 ദ്വന്ദ്വം, 3 എന്ന് പറയുന്നത് ക്ലിക്കുകൾ ആൻഡ് 4 എന്ന് പറയുന്നത് ഏകാകികൾ, 5 ഗ്യാങ്ങുകൾ. അപ്പൊ 5 പേരെ പറ്റിയാണ് നമ്മൾ സോഷ്യോഗ്രാമിൽ നോക്കിയത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. സോഷ്യോഗ്രാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. നിങ്ങൾ അത്രയും ഫോക്കസ്ഡ് ആവുക. ഇവിടെ ശ്രദ്ധിക്കുക. സോഷ്യോഗ്രാം എന്ന് പറയുന്നത് ഈ ഒരു കൂട്ടം വ്യക്തികളുടെ ബന്ധത്തെ പറ്റിയുള്ള പഠനമാണ് സാമൂഹ്യ ബന്ധ പരിശോധന. ഈ വ്യക്തികളുടെ ബന്ധത്തെ പറ്റിയുള്ള പഠനത്തെ നമ്മൾ ഒരു ഗ്രാഫിക് രൂപീകരണത്തിൽ ചിത്രീകരിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് സോഷ്യോഗ്രാം. അതിൽ ഒന്നാമത് വരുന്ന വിഭാഗമാണ് താരങ്ങൾ, സ്റ്റാറുകൾ എന്ന് പറയുന്നത്. സ്റ്റാർ എന്ന് പറഞ്ഞാൽ എല്ലാവരാലും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ കൂട്ടത്തിൽ എല്ലാവരാലും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയെ വിളിക്കുന്ന പേരാണ് സ്റ്റാർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ദ്വന്ദ്വങ്ങൾ 2 നമ്പേഴ്സേ ഉണ്ടാവുള്ളൂ. ക്രമ നമ്പർ 1 4 4 1 പരസ്പരം നിർദ്ദേശിച്ചിരിക്കുന്നു. ഇത്തരം കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ദ്വന്ദ്വങ്ങൾ. ദെൻ മൂന്നാമത്തെ ചിത്രം നോക്ക്. ഒറ്റപ്പെട്ട ഒരു സംഖ്യ മാത്രം കാണുന്നു. 9 ആണ് ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സംഖ്യ. അതായത് അത് ഇവിടുത്തെ ഏകാകിയാണ്. ആരാലും ഒരു ബന്ധമില്ലാതെ, പരസ്പരം ഒരു ബന്ധവുമില്ലാതെ ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്നവരെ വിളിക്കുന്ന പേരാണ് ഏകാകികൾ. ലാസ്റ്റ് ദെൻ ക്ലിക്കുകൾ. നാലാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ക്ലിക്കുകളാണ്. ക്ലിക്ക് എന്ന് പറയുന്നത് വേറൊന്നുമില്ല, 3 നമ്പേഴ്സുകൾ കാണും. ക്രമ നമ്പർ 2 6 6 7 7 2 പരസ്പരം നിർദ്ദേശിച്ചിരിക്കുന്നു. ഇത്തരം കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ക്ലിക്കുകൾ എന്ന് പറയുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗ്യാങ്ങുകളാണ്. ഗ്യാങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വേർഡിൽ നിന്ന് തന്നെ കിട്ടും. ഗ്യാങ് മീൻസ് ഒരു കൂട്ടം വ്യക്തികൾ കാണും. ഈ ഒരു കൂട്ടം വ്യക്തികൾ സ്മോൾ ഗ്രൂപ്പ് അല്ല, ബിഗ് ഗ്രൂപ്പ് ആണ്. ചങ്ങല പോലെ ഫോം ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഗ്യാങ്ങുകൾ. ക്ലിയർ ആയല്ലോ? എല്ലാവർക്കും ക്ലിയർ ആയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ഇത്രയും നോക്കിയതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് മനഃശാസ്ത്ര ഗവേഷണോപാധിയിൽ സാമൂഹിക ബന്ധ പരിശോധന എന്ന് പറയുന്നത്. വളരെ ഫോക്കസ്ഡ് ആയിട്ട് പോകണം. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരും.
അടുത്തതായിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നത് 8ാമത്തെ മെത്തേഡ് ആയിട്ടുള്ള പ്രക്ഷേപണ രീതിയാണ്. ഓക്കെ, അവിടെ പ്രക്ഷേപണ രീതിയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് എന്ന മെത്തേഡിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട പ്രക്ഷേപണ രീതികൾ നിങ്ങൾ നോക്കുക. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് റോഷ മഷിയൊപ്പ് പരീക്ഷ. ഒന്നാമത്തിന്റെ പേര് റോഷ മഷിയൊപ്പ് പരീക്ഷ. 2 തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, അതിനെ നമ്മൾ ടാറ്റ് എന്ന് വിളിക്കും. ടാറ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. മൂന്നാമത്തത് ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, കാറ്റ് എന്ന് വിളിക്കും. ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. 4 പദസഹചരത്വ പരീക്ഷ, ദാറ്റ് മീൻസ് വാറ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. 5 വാക്യപൂരണ പരീക്ഷ, SET, സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. ഈ കൊടുത്തിരിക്കുന്ന 5 എണ്ണമാണ് പ്രധാനപ്പെട്ട പ്രക്ഷേപണ രീതികൾ എന്ന് പറയുന്നത്. എടാ ശ്രദ്ധിക്കുക, വേറൊന്നുമില്ല. പ്രക്ഷേപണ രീതി എന്ന് പറയുന്നത് അബോധ മനസ്സിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പ്രക്ഷേപണ രീതി എന്ന് പറയുന്നത്. നമ്മുടെ അബോധമായിട്ടുള്ള അൺകോൺഷ്യസ് മൈൻഡിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പ്രക്ഷേപണ രീതി എന്ന് പറയുന്നത്. പ്രക്ഷേപണ രീതിക്കുള്ള പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് റോഷ മഷിയൊപ്പ് പരീക്ഷ, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ആൻഡ് സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് മുതലായവ. അപ്പൊ ഈ 8 എണ്ണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും 15 എണ്ണത്തില് 8 ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ആ 8 എണ്ണം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ആത്മനിഷ്ഠ രീതി, 2 നിരീക്ഷണം, 3 പരീക്ഷണം, അഭിമുഖം, സർവേ, ക്ലിനിക്കൽ മെത്തേഡ്, പ്രൊജക്ട് മെത്തേഡ്, ദെൻ സാമൂഹിക ബന്ധ പരിശോധനകള്, പ്രക്ഷേപണ രീതി. ഈ പറയുന്ന ഇത്രയും മെത്തേഡുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കിയിട്ടുള്ളത്. അതിൽ ഈ പറയുന്ന സാമൂഹിക ബന്ധ പരിശോധന, സോഷ്യോമെട്രി ടെക്നിക്സ് എന്ന് പറയുന്ന ഭാഗം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് ഒരുപാട് PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഈ ടോപ്പിക്ക് കഴിഞ്ഞ ശേഷം ഒരു ക്വസ്റ്റ്യൻസ് ഈ മേഖലയിൽ നിന്ന് വന്നതിനെ പ്രത്യേകം നമുക്ക് ചാർട്ട് ചെയ്ത് മാറ്റി ഒരു ക്വസ്റ്റ്യൻ എന്ന സെക്ഷൻ ആയിട്ട് പ്രത്യേകം നിങ്ങൾക്ക് ഒരു ക്ലാസ് ഞാൻ തരുന്നതായിരിക്കും. അതിലൂടെ നമുക്ക് എല്ലാ സംശയങ്ങളും പൂർണ്ണമായിട്ടും തന്നെ എന്ത് ചെയ്യാൻ പറ്റുമോടാ? ക്ലിയർ ചെയ്യാനും പറ്റുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് വരാം. നമുക്ക് ക്ലാസ് തുടങ്ങിയത് സൈക്കോളജി എന്ന് പറയുന്ന പദം ഏതൊക്കെ വാക്കുകളിൽ നിന്ന് ഡിറൈവ് ചെയ്തു വന്നു എന്നാണ് നോക്കിയത്. സൈക്കേ ആൻഡ് ലോഗോസിൽ നിന്നാണെന്ന് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു 6-7 സൈക്കോളജിക്കൽ ഡെഫിനിഷൻസ് നോക്കി. അതിനുശേഷം നമ്മൾ നോക്കിയ 8 മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളുമാണ്. അപ്പൊ ഇതുവരെയുള്ള ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ നല്ല രീതിയിൽ അന്നെന്നുള്ളത് നോക്കി പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എക്സാമിനോട് അനുബന്ധിച്ച് വരുന്ന LP, UP, KTET, HSA മുതലായ പരീക്ഷകൾക്കെല്ലാം അനുബന്ധിച്ച് വരുന്ന സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതുമായിരിക്കും. അപ്പൊ മാക്സിമം നിങ്ങൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനുമായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അപ്പോഴപ്പോഴും നിങ്ങൾക്ക് ചാനലിൽ പുതുതായിട്ട് വരുന്ന വീഡിയോകളും കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടുകയുള്ളൂ. അതുകൂടാതെ തന്നെ പഠിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഫോക്കസ്ഡ് ആവുക, നല്ല രീതിയിൽ പഠിച്ചു പോവുക. എങ്കിൽ നമുക്ക് ഉറപ്പാണ് ഇത് നമുക്ക് ഈ LP, UP നമുക്ക് കയറാനായിട്ട് ഉറപ്പായും സാധിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അടുത്ത പാർട്ടില് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ പറയുന്ന മനഃശാസ്ത്ര ഗവേഷണ രീതിയുടെ ഉപാധിയുടെ നെക്സ്റ്റ് ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോ വരും. ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള നെക്സ്റ്റ് വേർഷനുകളും അതുകൂടാതെ തന്നെ ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോമാറ്റ് നമുക്ക് ആ ക്ലാസ്സിലൂടെ ലഭിക്കുന്നതായിരിക്കും. ദെൻ ഇതിൽ നിന്ന് ഈ 15 ഭാഗങ്ങളിൽ നിന്നും മുൻ വർഷങ്ങളിലെ ഏതെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നതിന്റെ പൂർണ്ണമായിട്ട് ഒരു അംശവും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.